എടാ എന്തോന്നടാ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് നടന്നത്. സീരിയസ്ലി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു സ്ത്രീ വിരോധിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ഒരു വ്യക്തി. അതായത് നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിന് അന്നത്തെ അനീഷിന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചാ, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ആ റിവ്യൂ ചെയ്യുമ്പം പ്രമോ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ കാണുന്നത് റിവ്യൂ അല്ല, എപ്പിസോഡ് കാണുന്നത് നമ്മുടെ ഫോണിലാണ്, ഹോട്ട്സ്റ്റാറിലാണ്. അങ്ങനെ പക്ഷെ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ പ്രൊമോ കാണിക്കുന്നത് BB+ലാണ്. ഞാൻ BB+ ഇടുന്നതിന് മുമ്പേ ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പം അതാണ് BB+ന്റെ കാര്യം കൂടെ ഞാൻ പറയാത്തത്. അപ്പോ അങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മൊമെന്റ് ആണ്. അത് അനുമോളും ഞെട്ടിപ്പോയി. സത്യം ഇന്നലെ അവരെ പ്രൊമോ ഇട്ടതെന്താ എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം BB+ൽ പ്രൊമോ വന്നപ്പം ആ പ്രൊമോ ഫുൾ ഓഫ് എഡിറ്റ് ചെയ്ത് അതിന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബ്ലഷിങ് ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള ഒരു എഡിറ്റിംഗ് ആയിരുന്നു സീരിയസ്ലി. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇത് റീൽസ് ആക്കി ഇടുന്നു, പ്രൊമോ ആക്കി ഇടുന്നു. ഇന്നലെ സത്യം പറഞ്ഞ ഫുൾ റീൽസ് മൊത്തം, ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് മൊത്തവും അനീഷിന്റെ അനുമോളുടെ പ്രപ്പോസലിന്റെ പേരിൽ അവരുടെ AI ഉപയോഗിച്ചുള്ള അവരുടെ വെഡിങ് ഫോട്ടോ, അത് മാത്രമല്ല എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞിരാമായണത്തിലെ തുമ്പപ്പൂവേ സുന്ദരി എന്നൊരു പാട്ടില്ലേ, അതായത് ആ പാട്ടിന്റെ ലാസ്റ്റ് എൻഡിങ് സീക്വൻസിന് കുറച്ച് ഭാഗങ്ങൾ അനീഷ്, വിനീത് ശ്രീനിവാസനായിട്ട് അനീഷിന്റെയും പിന്നെ ശൃംദയുടെ ആണെന്ന് തോന്നുന്നത്, ശൃംദയുടെ അനിമോളിന്റെ ഒക്കെ ആക്ട്രസിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതല്ല, അതിലാണെങ്കിൽ അവസാനം തേങ്ങ പൊതിക്കുന്നത്, അരിയിടിക്കുന്ന കുറെ അമ്മച്ചിമാരുടെ ഫോട്ടോയില് നമ്മുടെ നൂറയും ആദിലയും ഷാനവാസും ഒക്കെ നിൽക്കും. പിന്നെ ഷാനവാസ് തേങ്ങ പൊതിക്കുന്നതും നൂറ അരിയിടിക്കുന്നൊക്കെ ആ ഒരു വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു എഡിറ്റിംഗ് ആയിരുന്നു, നല്ലൊരു ട്രോളായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ അനിമോള് വരെ ഞെട്ടിപ്പോയി. കാരണം അനിമോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അനിമോൾ അനീഷിന്റെ ഭാഗത്തുനിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല സീരിയസ്ലി. അപ്പൊ അനിമോള് ഞെട്ടിപ്പോയി, അനിമോൾക്ക് ടെൻഷനായി. പക്ഷെ അനിമോൾ യെസ്ന്നും നോന്നും അനീഷിനോട് പറഞ്ഞില്ല. അതിനു മുമ്പ് അനീഷ് അങ്ങ് എണീച്ച് പോവുകയും ചെയ്തു. പിന്നീട് കമാന്നൊരക്ഷരം ജപ ഒന്നും മിണ്ടിയില്ല. സത്യം ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇന്നലത്തെ ആ ഒരു കാർ ടാസ്ക് കണ്ട പോലെ ആൾക്കാർ ഇന്നും ഇത് ഹൈലൈറ്റ് ചെയ്ത് കണ്ടു സീരിയസ്ലി. കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. അത് മാത്രമല്ല, ഇന്ന് അനിമോള് സാബുമാനെ എല്ലാരും കൂടെ, അനിമോൾ മാത്രമല്ല എല്ലാരും കൂടെ ജയിൽ നോമിനേഷനിൽ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോമിനേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. സാബുമാനും നൂറയും ജയിലിൽ പോയി. അവസാനത്തെ ക്യാപ്റ്റൻസിയാണ് ഇപ്പൊ നൂറയുടെ കഴിഞ്ഞത്. അപ്പം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടായിരുന്നു. പക്ഷെ ആര് എവിക്റ്റ് ആയെന്നൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. കാരണം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, ഇന്നത്തെ കാര്യം എന്താണ്, ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടന്റ് നമുക്ക് സംസാരിക്കാം, റിവ്യൂ ചെയ്യാം. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഈ മലയാളം ബിഗ് ബോസിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. കുറച്ച് നാളായിട്ട് തമിഴ് പാട്ട്, ഇനി തൊട്ടപ്പുറത്ത് തമിഴ് ബിഗ് ബോസ് ഇരിക്കുന്നോണ്ടാണോ എന്ന് അറിയില്ല, ഇനി അവിടുത്തെ ആൾക്കാരാണോ ഇവിടെയും പണിയെടുക്കുന്നോണ്ടോ അറിയില്ല. കുറച്ച് നാളായിട്ട് തമിഴ് പാട്ട്, ഇന്നും ഒരു തമിഴ് പാട്ടായിരുന്നു, പാട്ടിനെ മറന്നുപോയി. അപ്പം ഇതിനു ശേഷം ആദില അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇവിടുന്ന് പോകാൻ പ്ലാൻ ഇല്ലേ, അതായത് എനിക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമല്ലെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അത് ചുമ്മാ ഇത്തിരി സസ്പെൻസ് കൂട്ടാൻ വേണ്ടി ഇട്ട ഒരു സീൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയാണ് നമ്മുടെ മെയിൻ കഥ. അതായത് ഇവര് പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായി അനീഷും അനിമോളും കൂടെ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല തുമ്പി അല്ലേ, ആ തുമ്പിക്ക് എത്ര വരും, അത് മഴയായിട്ടായിരിക്കും ഇങ്ങനെ താന്ന് പറക്കുന്ന എന്തൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഉടനെ അനിമോക്ക് എന്നെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് അനീഷ് ചോദിക്കുന്നത്. അനിമോക്ക് എന്നെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് അനീഷ് ചോദിക്കുമ്പോൾ ഉടനെ അനിമോള് പറയുന്നത്, അത് എനിക്ക് ആദ്യം അനീഷേനെ അത്ര ഇഷ്ടമല്ലായിരുന്നു, ആ ഒരു സ്വഭാവം വെച്ചിട്ട് അനീഷേനെ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയായി, ഒരുപാട് മാറ്റമുണ്ട് അനീഷേട്ടൻ എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട്. അപ്പം
ഉടനെ അനീഷ് കയറി ചോദിക്കുകയാണ്, എന്നാ പിന്നെ നമുക്ക് വിവാഹം കഴിച്ചാലോ? അപ്പൊ അനുമോള് ഞെട്ടിയിട്ട് വിവാഹോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിയിട്ടിരുന്നിട്ട് പ്രാങ്കല്ലേ ഉടനെ ചുറ്റിയ അന്ന് ചുറ്റിയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിയിട്ട് വന്നിട്ട്, കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു 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 ഫീലായിരുന്നു. എന്നിട്ട് തിരിഞ്ഞു വന്നപ്പോ അല്ല പ്രാങ്ക് അനീഷ, അതിന്റെ അനീഷ പ്രാങ്കില് ബിഗ് ബോസ് എന്നെ ഇന്ന് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുക, ഇത് അനിമോള്. പിന്നെ അനീഷന് എന്നെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ അനിമോള് ചോദിച്ച് ശ്രദ്ധ തിരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് പറ അനിമോള്. അപ്പൊ അനിമോൾ ഉടനെ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, അപ്പം എന്റെ കല്യാണം എന്ന് പറയുന്നത് എന്റെ ഫാമിലിക്ക് വളരെ എന്റെ അച്ഛനും അമ്മയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പൊ അനിമോൾ ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് ഗുരുവായൂർ നടയിൽ പോയിട്ട് ചെറിയൊരു താലി കെട്ട്, ഈ താലി എന്ന് പറഞ്ഞതും അനീഷ് എണീച്ച് ഒറ്റ പോകണം, താലി കെട്ടണം എന്നൊക്കെ പറഞ്ഞപ്പം അനീഷ് എണീച്ചൊരു ഒറ്റ പോക്ക. അതിനുശേഷം കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിനുശേഷം കമാന്നൊരു അക്ഷരം ആരടുത്തും മുഖം ഇങ്ങനെ ഇഞ്ചി അടിച്ച് കണക്കിരിക്കുകയാണ് അനീഷിന്റെ മുഖം. അപ്പൊ അനിമോള്, ഇനി ഇയാൾ സീരിയസ് ആയിരുന്നോ? എടാ എനിക്കൊരു ഡൗട്ട്, എടാ ഇത് സീരിയസ് ആയിട്ട് അനീഷ് പറയുന്നതാണോ അതോ അനീഷിന്റെ ഗെയിമാണോ? അതായത് പഴയ ആ സ്ട്രാറ്റജി ഇറക്കാനുള്ള ഒരു ഗെയിമാണോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒന്നും ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഗെയിമാണോ ഉള്ളതാണോ എന്ന് എനിക്ക് കൂടുതലും ഡൗട്ട് ഉള്ളതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഗെയിമാണോ എന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഇനി നാളെ ലാലേട്ടൻ വന്നിട്ട് എന്തായാലും ചോദിക്കും. ലാലേട്ടൻ ഉറപ്പായിട്ട് ഒന്നെങ്കിൽ സാറ്റർഡേ എപ്പിസോഡിലോ അല്ലെങ്കിൽ സൺഡേ എപ്പിസോഡിലോ ഈ ഒരു കാര്യം ഒരുപാട് ചോദിക്കും. കാരണം കേരളം മൊത്തം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനീഷ് എണീച്ച് പോയിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. എന്നിട്ട് അനിമോൾ എന്ത് ചെയ്തു, അനിമോള് ആദിലെ എന്നെ വിളിച്ചിട്ട് വാ എനിക്കൊരു കാര്യം സംസാരിക്കണം. അപ്പൊ ആദിലും കൂടെ പോയിട്ട് ആദിലിന്റെ അടുത്ത് പോയിട്ട് ചെന്നിട്ട് പറയാണ്, എടി ഇന്നെയാണ് കേസ് എന്ന് വെച്ചാൽ കാര്യം ഇങ്ങനെയാണ്, അനീഷയോട് എന്നെ പ്രപ്പോസ് ചെയ്തടി. അപ്പൊ അയാൾ പ്രപ്പോസ് ചെയ്താ പ്രാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ഗെയിമായിരിക്കും. അല്ലടി സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത്. അപ്പൊ എന്ത് ചെയ്തു, ആദിലേ നെട്ടിയിരിക്കുകയാണ്, ഇത് ഇടി ഇന്റെ. അപ്പൊ നീ എന്ന് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറയുന്നതിന് മുമ്പേ പുള്ളി എഴുന്നേറ്റങ്ങ് പോയി, അതാണ് ഈ മോൻ വീർപ്പിച്ചേണ്ടി ഇരിക്കുന്നത് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അനിമോളും ആദിലയും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഈ പട്ടായ ഗേൾസിന്റെ ഇടയിലൊക്കെ മഞ്ഞ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവര് ഇപ്പം അത്ര വലിയ ക്ലോസ് അല്ല, ബട്ട് ആദിലയും ന്യൂറയൊക്കെ ഇപ്പോഴും മനസ്സിലെന്തൊക്കെയോ വെക്കുന്നുണ്ട്. അനിമോളൊന്നും വെക്കുന്നില്ല, കാരണം അനിമോൾക്ക് അവിടെ പറയാനായിട്ട് ആരുമില്ല, അനിമോൾക്ക് ഇവര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അനിമോൾ ഉടനെ ഓടിപ്പോയിട്ട് ആദിലയോട് പറയുന്നത്. ഫസ്റ്റ് തന്നെ ആദിലയോട് പറയുന്നത്, ന്യൂറയോട് പറയേണ്ടെന്നാണ് ആദ്യം അനിമോൾ പറഞ്ഞത്, വേറെ ആരോടും പറയേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദിലയോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിനു ശേഷം അനിമോക്ക് അനിമോളാണെങ്കിൽ പാല പോയി ചെറുത്താനെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുകയാണ് അവിടെ അനീഷിന്റെ ഇതില്. എന്ന് വെച്ചാൽ അനീഷാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അനിമോളെ. എന്ന് വെച്ചാൽ അനിമോൾ ഒരു ദിലേമ എന്ന് പറയില്ല, ദിലേമപ്പെട്ട ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞ അനിമോള്. തീരെ നിൽക്കുന്ന കണക്കുള്ള ഒരു ഫീലായിരുന്നു അനിമോക്ക്. സത്യമായിട്ടും ഇന്നത്തെ ഫുൾ ക്യാമറ ഫോക്കസ് പോയത് അനിമോളിന്റെ നേർക്ക, സീരിയസ്ലി. അങ്ങനെ അനിമോൾ എന്തില്ല അതവിടെ ഇടയ്ക്ക് നോക്കിയിട്ട് ആദ്യം കോഷ്ടി കാണിക്കുന്നുണ്ട്, പക്ഷെ ആദ്യം അത് കാണുന്നില്ല. ഇതിനിടയ്ക്ക് ബാത്റൂമിൽ നടന്നപ്പോ ഷാനവാസ് എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു? അപ്പൊ അനിമോള് സംസാരിച്ചു. കാരണം അനിമോൾ ഒരു ഞെട്ടലിൽ നിൽക്കണം. സംസാരിച്ചു, എല്ലാം പറഞ്ഞു തീർത്തോ? ഞാൻ ആദിലയോട് പറഞ്ഞു, ന്യൂറയോട് പറഞ്ഞു, ന്യൂറയോട് സംസാരിച്ചില്ല. നമുക്ക് സംസാരിക്കാം കേട്ടോ, എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷമാണ് ന്യൂറ എന്ത് ചെയ്തു, ന്യൂറേന ഇനി വാ എനിക്കൊരു കാര്യം പറയാനുണ്ടാ എന്ന് അനിമോള് പറഞ്ഞു വിളിക്കുന്നത്. എന്താണ്, എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമില്ല, എനിക്ക് അതല്ല, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ന്യൂറ വിളിച്ചിട്ട് ഒരു വിധത്തിൽ വരില്ല. പിന്നെ എങ്ങനെ ന്യൂറയെ വിളിച്ചുകൊണ്ട് മാരുതി കോർണറിൽ പോയിട്ട് ന്യൂറയോട് കാര്യം പറഞ്ഞു. ന്യൂറ ഞെട്ടുന്നില്ല, ന്യൂറ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആ ന്യൂറയ്ക്ക് ഞെട്ടില്ല. ഇവിടെ ഞാൻ ആദിലെ വന്നിട്ട് ഇവക്കിത് കിട്ടണം, ഇവളെന്തോന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഇവക്കിത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ബ്രദറിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ, ഞാൻ വേറൊന്ന് ഇതൊക്കെ ജസ്റ്റ് കളിത്തമാശക്ക് വിളിച്ചതാ. എടാ സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ അനിമോളിന്റെ ഭാഗത്തോ ഇത് സീരിയസ് ആണെങ്കിൽ അനിമോളിന്റെ ഭാഗത്തോ അനീഷിന്റെ ഭാഗത്തോ തെറ്റ് ഞാൻ പറയുന്നില്ല, ഒരു തെറ്റുമില്ല. കാരണം അനീഷിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, സപ്പോസ് അനീഷിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ.
പക്ഷെ ഇങ്ങനെ അനുമോള് വിളിക്കുമ്പോൾ അനുമോൾ ഇങ്ങനെയൊക്കെ അനുമോൾക്ക് പറയാൻ അഥവാ വഴി പറയാം. അപ്പം അനുമോൾ അത് കാര്യം പറഞ്ഞു, യെസ് എന്നോ നോ എന്നും പറഞ്ഞില്ല. അതിനു മുമ്പേ അനീഷ് അങ്ങ് എഴുന്നേറ്റ് പോയി. എനിക്ക് ഇനി അനുമോളിന്റെ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അനുമോൾക്ക് അങ്ങനെ ഒരു നമുക്ക് അതിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നണ്ടേ. അപ്പൊ അനുമോൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കളി തമാശക്ക് ചെയ്തതാണ്, സഹോദരനെ പോലെയാണ് കാണുന്നത്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിപ്പം നമ്മൾ തമാശക്ക് പറയില്ലേ, അത്രേ ഉള്ളൂ എന്നാണ് അനുമോള് പറയുന്നത്. അപ്പൊ അനുമോളുടെ ഭാഗത്ത് നമുക്ക് തെറ്റ് കാണാൻ പറ്റില്ല, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല. ഒരാളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അനീഷ് ജെനുവിനായിട്ട് അയാളെ ഇഷ്ടം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അനുമോൾ ആയതുകൊണ്ട്, കാരണം അനുമോള് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അനുമോള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ക്യാമറ ഉണ്ട്, മൈക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് പുറത്തായിരുന്നെങ്കിൽ ഞാൻ ഡീൽ ചെയ്ത് വിട്ടേനെ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പക്ഷെ ഇഷ്ടമല്ലെന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഇങ്ങനെ മയക്ക്, കാരണം വേറൊരു അർത്ഥത്തിൽ പോയില്ല. അപ്പൊ അനുമോളുടെ ആ പേടിക്ക് ഒരു വാല്യൂ ഉണ്ട്. കാരണം അനീഷിന് പുറത്ത് ആർമി BR ഉള്ളതല്ലേ. അപ്പൊ അനുമോളുടെ ഒരു പേടിയിലും കാര്യമുണ്ടടാ. അപ്പം അനുമോൾ അങ്ങനെ ഒരു പെട്ട അവസ്ഥ, ദിലേമ എന്ന് പറയാം, ആ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് അനുമോള്. ആൻഡ് അപ്പൊ ഇവരോട് സംസാരിക്കും. ഇതിനുശേഷം ബെഡ് ഇരുന്നിട്ട് പട്ടാ ഗേൾസ് അവർ തമ്മിൽ കോംപ്രമൈസ് ടോക്കാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അവർ തമ്മിൽ കോംപ്രമൈസ് ടോക്കാണ്. അതിനുശേഷം അനുമോള് പോകുമ്പോൾ കണ്ടപോയി ഇവക്ക് ഇപ്പോഴും ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ മിണ്ടുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഈ ആദിലയുടെ ഈ ഒരു ടോക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല. കാരണം അനുമോക്ക് വേറെ ആരും ഇല്ല തുറന്ന് സംസാരിക്കും, അത് അവരേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്നു, എല്ലാം മറന്ന് വന്ന് സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പം അതിനോട് എനിക്കൊരു ആദിലയോട് ഒരു വിയോജിപ്പുണ്ട്. അത് ഓപ്പൺലി തുറന്നു പറയാലോ, ഒരു വിയോജിപ്പുണ്ട്. അപ്പം അവരൊരു കോംപ്രമൈസ് ടോക്ക് എത്തുന്നു. അവരെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഒരു മഞ്ഞുരുക്കി തീർക്കുന്നുണ്ട്. ഈ ലാലേട്ടൻ വന്ന് എന്തായാലും ഈ പട്ടാ ഗേൾസിന്റെ അടി ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കും. ഇതിനുശേഷം അനീഷിനെ സംസാരിക്കാൻ വേണ്ടി ഇതിനിടയ്ക്ക് കുറെ സംഭവങ്ങൾ, അനുമോളെ ഫോക്കസ്, അനുമോൾ അങ്ങോട്ട് ഇടയ്ക്കൊന്നും ഇങ്ങോട്ട്, ഇതൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ഒരുപാട് അല്ലാത്ത കണ്ടന്റ് ഉണ്ട്. പക്ഷെ നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഞാൻ പറയാൻ പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ലൊരു എപ്പിസോഡായിരുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. എന്നെ തൊണ്ട പോകുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. നല്ല ഫണ്ണെല്ലാം വെച്ച് നല്ലൊരു സ്വസ്ഥമായിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റി. കുറച്ച് ചിരിക്കാനൊക്കെ പറ്റി. അത് നന്നായിട്ട് ഇരിക്കാൻ പറ്റി. നല്ല ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അത് പറയാൻ വിട്ടുപോയി. ആൻഡ് ഇതിനുശേഷം അനീഷിനെ സംസാരിക്കാൻ വിളിക്കുകയാണ് അനുമോള് പോയിട്ട് ചേട്ടാ ഇത്തിരിയാണ് മാജിക് കോൺട്രാക്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പം എനിക്ക് സംസാരിക്കാനില്ല അനുമോളെ, എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പം ചേട്ടാ ഇത്തിരി ഒരു എന്തായാലും ഉണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അനീഷ് പോണമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് യെസ് എന്നും പറഞ്ഞിട്ടില്ല, നോ എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അനുമോക്ക് പറയാൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇനിയൊന്നും സംസാരിക്കാം. അപ്പൊ അനീഷിനൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അനുമോക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണ്ടേ. അപ്പം ഒന്ന് പോയി സംസാരിക്കുന്നതിന് എന്താ പ്രശ്നം അനീഷേ? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ അനുമോക്ക് സംസാരിക്കാനുണ്ട്. അനുമോക്ക് കാര്യം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ഇങ്ങനെയാണ് കാരണം എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പോയിട്ട്, കാരണം ഉള്ളൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് തെറ്റാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചാണ് പറയുന്നത്. കാരണം ഞാൻ പേഴ്സണലി ആരും ഇങ്ങനെ പ്രണയിച്ചില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയുമ്പം അനീഷിനൊന്ന് പോയിട്ട് അവരുടെ ആ അനുമോളുടെ ഭാഗത്തുള്ള കാര്യം എന്താണെന്ന് ക്ഷമയോടെ കേൾക്കാമെന്ന്. അനീഷിന് ക്ഷമയുള്ള ഒരാളാണല്ലോ, അനീഷിന് ക്ഷമയോടെ ഒന്ന് കേൾക്കാമായിരുന്നു. പക്ഷെ അനീഷ് അത് ചെയ്തില്ല. അത് മോശമായി പോയെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും ചെന്നിട്ട് അനുമോക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒന്ന് കേൾക്കണമായിരുന്നു അനീഷ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇതിനുശേഷം പോകുന്നില്ല. പിന്നെ ഷാനവാസൊക്കെ ഇരിക്കുമ്പോഴും അനീഷ് വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല. അവരിങ്ങനെ വന്നിരിക്കുക, അനീഷേട്ടാ വന്നിരിക്കുക, അനീഷേട്ടാ എന്നൊക്കെ അനുമോള് വിളിക്കുമ്പോഴൊന്നും ഒന്നും വരുന്നില്ല. പിന്നെ ഇതിനുശേഷം മുട്ട കാണാനില്ലെന്ന് പറഞ്ഞ് സാബുമാൻ്റെ ഒരു ഉഗ്ര ശാപമുണ്ട്. എന്ന് വെച്ചാൽ മുട്ടയുടെ അവിടെ ഷോർട്ടേജ് വന്നപ്പം ഉടനെ സാബു ഈ മുട്ടയൊക്കെ ആരാണ് വൃത്തിയായിട്ട് പരിപാടിയൊക്കെ കാണിക്കുന്നത് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം മുട്ടയാണല്ലോ, പ്രോട്ടീൻ ആണല്ലോ, സാബുമാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ സാബുമാൻ അവിടെ എനിക്ക് ഇനി 2 മുട്ടയേ ഉള്ളൂ. അപ്പോൾ ആ 2 മുട്ട, ഒരു മുട്ട എടുത്ത് ഇനി ഈ മുട്ട എടുക്കുന്നവൻ മുടിഞ്ഞു പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാബുമാൻ പോയിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മോഷണം കാണിക്കുന്നവരൊക്കെ എന്തിനാണ്, അവരൊക്കെ ഫൈനലിൽ വരാൻ ഒരു യോഗ്യതയില്ല എന്നൊക്കെ സാബുമാൻ അക്ബറിനോട് പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ശേഷം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയതിനു ശേഷം ഇനിയൊരു ക്യാപ്റ്റൻസി ഇല്ല. ഇനി പക്ഷെ ഈ 2 ആഴ്ചകൾ ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല പെർഫോമർ ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പം എല്ലാവരും കൂടെ അനുമോൾ ഇവിടെ അനീഷിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ അനീഷ് മൈൻഡ് ചെയ്യുന്നില്ല.
പക്ഷെ അനീഷ് നെവിന്റെ പേരാണ് പറയുന്നത്, നെവിൻ അക്ബറിന്റെ പേരുമാണ് പറയുന്നത്. അപ്പം 6 വോട്ടോടുകൂടി അനീഷിനാണ് നമ്മുടെ 6 വോട്ടോ നെവിനാണ് ഇത് കിട്ടുന്നത്. 6 വോട്ടോ നെവിനാണ് നമ്മുടെ ഇത് ബെസ്റ്റ് പെർഫോമറായിട്ട് കിട്ടുന്നത്. പക്ഷെ നെവിന് കഴിക്കാൻ ഫുഡ് എന്തോ ഗിഫ്റ്റ് ആയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്, അതൊന്നും ബിഗ് ബോസ് കാണിച്ചില്ല. ആൻഡ് ഇതിന് ശേഷം ജയിൽ നോമിനേഷൻ വരും. ജയിൽ നോമിനേഷന്റെ നോമിനേഷൻ ഒന്നും കാണിച്ചിട്ടില്ല, പക്ഷെ നോമിനേഷനിൽ നല്ല വൃത്തിയെ സാബുമാനെ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്ന BB+ കാണിക്കും. പക്ഷെ അതുകൂടെ കാണിക്കുക, ഈ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുന്ന അത് കാണിക്കാതെ, ആ നോമിനേഷൻ കാണിക്കാതെ ഈ ജയിൽ നോമിനേഷൻ കാണിക്കണമായിരുന്നു ബിഗ് ബോസ്, എന്നാലേ അത് കാണാൻ പറ്റും. ഈ അനുമോൾക്കെതിരെ PR വെച്ച് കുറെ ആർഗ്യുമെന്റ്സ് സാബുമാനും പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പിന്നീട് നൂറയും സാബുമാനാണ് ഇവർ സെലക്ട് ചെയ്തത്. അങ്ങനെ നൂറയും സാബുമാനും അവിടെ ബിഗ് ബോസ് ഒരു ഉപാധി വെച്ചു. അതായത് നിങ്ങൾക്ക് ജയിലിലേക്ക് തിരഞ്ഞെടുത്തു, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ ജയിലിൽ പോകണ്ട. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ജയിലിൽ പോയിരുന്ന എക്സ്പീരിയൻസ് ഒന്നും കൂടെ പോയി കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് പോവാം, പക്ഷെ 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നത് സാബുമാൻ നൂറെ ഓക്കെയാണ്, ജയിലിൽ പോവാം, എക്സ്പീരിയൻസ് ചെയ്യാൻ, ടാസ്ക് ഒന്നും ഇല്ല, ചുമ്മാ പോയി കിടക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ സാബുമാനെ നൂറയും ജയിലിലേക്ക് വിടുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു, അത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കൂടുതലും അനുമോളെ ഫോക്കസ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു, സംസാരമൊന്നും ഇല്ലാത്ത. ഇതിനുശേഷം അക്ബറിനോട് അനുപോയിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല കാര്യം, അക്ബറിനോട് അനുപോയിട്ട് കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ നെവിന് ആദ്യമൊക്കെ കൂട്ടുണ്ട് കേട്ടോ, അത് നല്ല രസമായിരുന്നു. പക്ഷെ ഉള്ളായിരുന്നു, നല്ല കാര്യം. അക്ബറിനോട് അനുമോള് പോയിട്ട് അക്ബറിനോട് അനുമോള് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായത്. അപ്പൊ അക്ബർ ഇങ്ങോട്ടും തിരിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പം അനുമോള് അപ്പോളജൈസ്, നടന്ന കാര്യങ്ങൾക്കെല്ലാം സോറി അക്ബർ എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യം. പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു തീർക്കുന്നതിന് നല്ല കാര്യമാണ്. അത് ഹൈലൈറ്റ് ആയിരുന്നു, എപ്പിസോഡിന്റെ ഹൈലൈറ്റ് തന്നെയായിരുന്നു. അക്ബറിനോട് അനുമോള് പോയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അപ്പൊ അക്ബർ പറഞ്ഞിട്ട് റാപ്പൊക്കെ നിനക്ക് തന്നെ റാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു, അപ്പൊ റാപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു അനുമോളുടേത്. അക്ബറിൻ്റെതും അതേ നല്ല കറക്റ്റ് സ്റ്റാൻഡ് ആയിരുന്നു. എല്ലാം കറക്റ്റ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അക്ബറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം എല്ലാം സംസാരിച്ച് തീർക്കുന്നുണ്ട് അക്ബറും അനുമോളും. ഇതിനുശേഷം അനീഷാണെങ്കിൽ അനുമോളെ കാണുമ്പോൾ വഴിതിരിഞ്ഞ് നടക്കുന്നതാണ് കാണുന്നത്. കാരണം വഴിതിരിഞ്ഞ് നടക്കുന്നു. പിന്നെ ഊഞ്ഞാലിൽ പോയിട്ട് അനീഷ് ഇരിക്കുമ്പോൾ അനുമോൾ പോയിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പോകുന്നു. പിന്നെ പുറകിലൂടെ നടന്ന അനീഷാണ് എനിക്ക് സംസാരിക്കണം ചേട്ടാ എന്ന് പറയുമ്പോൾ അനുമോക്ക് ചെറിയൊരു പേരുണ്ട്, എനിക്കൊന്നും സംസാരിക്കണം. അപ്പൊ ഒന്നും സംസാരിക്കാനല്ലോ, അപ്പൊ ഒന്നും സംസാരിക്കാനില്ല. അപ്പൊ അനുമോളുടെ പാട് നോക്കി പോകുന്നുണ്ട്. അല്ല, ഇത്രയും അനുമോൾ വന്ന് വിളിച്ചിട്ട് അനീഷിന് ഒരു വാക്ക്, അനുമോൾ പറയുന്ന ഒരു വാക്ക് അനീഷിന് കേൾക്കായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. ഇതിനുശേഷം ഷാനവാസിനോട് അതിലെല്ലാം പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അനുമോളെ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഷാനവാസ് അറിയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അത് അറിയാവുന്നത് നൂറ, ആതിര, ഷാനവാസ്, ഇത്രയും പേരൊക്കെ അറിയാം. അപ്പൊ ലാലേട്ടൻ വന്ന് എന്തായാലും സസ്പെൻസ് പൊളിക്കും. ഇതിനുശേഷം ജയിൽവാസത്തിന്റെ സമയം അവസാനിക്കുന്നു. അപ്പൊ അനീഷ് പൂട്ടാൻ വരട്ടെ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ജയില് എന്നേക്കുമായി പൂട്ടുകയാണ് എന്ന് ബിഗ് ബോസ് പറയാണ്. എൻ്റെ ഒരു ആള് വന്ന് ജയിലിൽ പൂട്ടും എന്ന് പറയാണ്. അപ്പൊ അപ്പോഴേക്കും എല്ലാരും കൊണ്ട് ജയിലിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം ബിഗ് ബോസ് വിട്ട ആള് ജയിലിൽ പൂട്ടി പോകുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോ ഒരു വിഷമം, കാരണം തീർന്നു എന്ന് പറയുമ്പോഴേ ഒരു വിഷമം. നമുക്ക് എന്ത് തീർന്നു എന്ന് പറഞ്ഞാലും ഇവിടെ എത്ര മോശമാണെങ്കിൽ നമുക്ക് തീർന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നും. അത് ഒബ്വിയസ്ലി നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനത്തെ ഒരു സീസൺ ഇല്ലല്ലോ. സീസൺ എങ്ങനെ ആയിക്കോട്ടെ, തീർന്നു. അപ്പൊ അതൊരു വിഷമം തോന്നും. എങ്ങനത്തെ സീസൺ ആയാലും, ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതൊരു നമുക്കൊരു വിഷമം തോന്നാതിരിക്കില്ല. ആൻഡ് ഇതിനുശേഷം അക്ബറും ആദിലയും കൂടെ സംസാരിക്കണം. അപ്പൊ അക്ബറിന് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇന്ന് അനുവദിച്ച് സംസാരിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും നാൾ നിന്നിട്ട് അക്ബറിന് മനസ്സിലായില്ല, ഞാനാണ് ഇതിലെ വില്ലൻ. അപ്പൊ ഒരു വില്ലനെങ്കിലും ഗ്രാൻഡ് ഫിനാലയിൽ വേണ്ടേ എന്ന് ആദിലയോട് അക്ബർ പറയുകയാണ്. പക്ഷെ അക്ബർ പറഞ്ഞത് 100% ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അക്ബറാണ് വില്ലൻ. അത് അക്ബറിന് ഇപ്പോഴാണ് മനസ്സിലായെന്നുള്ളൂ. നമുക്ക് നേരത്തെ 50 ദിവസം തികയുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, അക്ബർ തന്നെയാണ് ഈ സീസണിലെ വില്ലൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, അക്ബറിനെ പറ്റിയ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല. അക്ബർ ഈ ഒരു നെഗറ്റീവ് ഗെയിം, ഈ വില്ലൻ ഗെയിം വിട്ടിട്ട് ഒരു ഹീറോ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ സീസണിന്റെ വിന്നർ അക്ബർ ആവുമായിരുന്നു, ഉറപ്പായിട്ടും.
അത് ഇനിയും എനിക്ക് അറിയില്ല അക്ബർ ആവാ ഇനി വിന്നർ. ഉറപ്പായിട്ട് ഈ സീസൺ അക്ബർ. പക്ഷെ അക്ബർ ആദ്യം മുതൽ അക്ബർ അപ്പാനിയുടെ കൂടെ ഒരു ഗ്രൂപ്പിസം കളിച്ച് സാബുവും പറഞ്ഞ പോലെ ഒരു കുരുതി ഗെയിം കളിക്കുകയാണ് അക്ബർ ചെയ്തത്. അപ്പൊ അക്ബറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എപ്പോഴും വരും. ആ ബുള്ളിങ് ഒക്കെ അക്ബറിന് നല്ലൊരു നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ ബട്ട് ഓൾവേസ് അക്ബർ ഇത്ര നാളെ പിടിച്ചു നിന്നു. അപ്പൊ അത് നല്ല കാര്യമാണ്. അക്ബർ ഇത്ര നാളെ നിന്നില്ലേ. അപ്പൊ അക്ബർ എന്റെ ഒരു അഭിപ്രായത്തിൽ അക്ബർ ഗ്രാൻഡ് ഫിനാലെ ഡിസേർവിംഗ് ആണെന്ന് തന്നെ ഞാൻ പറയും. അക്ബർ ഗ്രാൻഡ് ഫിനാലെ ഡിസേർവിംഗ് ആണ്. 100% അക്ബർ ഗ്രാൻഡ് ഫിനാലെ ഡിസേർവിംഗ് ആണ്. ഇനി നാളെ എന്താവും അറിയില്ല. ഒന്നെങ്കിൽ രണ്ടുപേര് അല്ലെങ്കിൽ ഒരാളെ എവിക്ട് ചെയ്ത് വിട്ടിട്ട് അടുത്ത ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ അങ്ങനെ നടക്കുമായിരിക്കും. പക്ഷെ അക്ബർ ഗ്രാൻഡ് ഫിനാലെ ഡിസേർവിംഗ് ആണ്. അപ്പൊ അക്ബർ തന്നെയാണ് ഈ സീസണിലെ വില്ലൻ 100%. അപ്പം അക്ബർ ഗ്രാൻഡ് ഫിനാലെ വരെയാണെങ്കിൽ നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം ഇതിനു ശേഷം ജയിൽ എന്നേക്ക് പൂട്ടി അക്ബർ അതിൽ സംസാരിക്കുന്നു. നെവിന്റെ കുറെ അവകാശവാദങ്ങൾ നെവിൻ പറയുന്നുണ്ട്. പക്ഷെ നെവിൻ പറയുന്ന എല്ലാം സത്യമാണ്. ഇവിടെ ആദ്യമായിട്ട് പുട്ടുണ്ടാക്കിയതാരാ? നെവിനാണ്. ഇവിടെ ആദ്യമായിട്ട് പുട്ടുണ്ടാക്കിയതാരാ? ഞാൻ. ആദ്യമായിട്ട് പൊറോട്ട അടിച്ചാരാ? ഞാൻ. ആദ്യമായിട്ട് മോഷണം നടത്തിയാരാ? ഞാൻ. ആദ്യമായിട്ട് തിന്ന് കൊഴുത്തതാരാ? ഞാൻ. പ്രധാന വാതിലൂടെ ഓടി ഇറങ്ങിപ്പോയിട്ട് അടുക്കള മേടി തന്നതാരാ? ഞാൻ. അപ്പൊ എല്ലാ ക്രെഡിറ്റ് ആർക്കാ? എനിക്ക്. അപ്പൊ ഇതാരുടെ സീസൺ? എന്റെ സീസൺ. അങ്ങനെ നെവിൻ ഷാനവാസിനോട് കുറെ അവകാശവാദങ്ങൾ ഇത്രയും ക്രെഡിറ്റുകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം എല്ലാം സത്യമാണല്ലോ. ഇതിനുശേഷം പട്ടാ ഗേൾസ് എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇന്ന് അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നെവിൻ അവിടെ പോയിട്ട് ഉള്ള ഫൺ മൊമെന്റ്സ് ആണ്. അതായത് നെവിൻ പോയിട്ട് എനിക്ക് ഇവിടെ കിടക്കണം ദിലീടൻ അനുവിന്റെ അടുത്ത്. എന്നിട്ട് നെവിൻ വന്നിട്ട് കിടക്കുന്നുണ്ട്. അക്ബർ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലൊരു ഫൺ മൊമെന്റ് ആയിരുന്നു. അപ്പൊ അവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആദ്യം നടന്ന സംഭവം അനുമോളുടെ അനീഷിന്റെയും ഇഷ്യൂ, അത് എനിക്ക് തോന്നുന്നു അവർ ഇന്ന് തന്നെ അത് പറഞ്ഞു തീർക്കാനുള്ള ഇഷ്യൂ അല്ല, ആ ഒരു ലവ് ട്രാക്ക്. അപ്പൊ അത് അവർ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കാനുള്ളതായിരുന്നു. ഈ ഷാനവാസ് പറയുന്നുണ്ട് ഈ തീരാറാകുമ്പോഴാണ് ലവ് ട്രാക്ക് എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇത് അവർ പറഞ്ഞു തീർക്കാനുള്ളതായിരുന്നു. ഈ അനുമോള് പറയുന്ന കാര്യം അനീഷ് പറയുന്ന എന്തോ അനുമോൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അനീഷിന് പക്ഷെ തിരിച്ചു താല്പര്യമില്ല. അപ്പൊ എന്തായാലും അനുമോൾക്ക് പറയാനുള്ളത് അനീഷ് കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടുമായിരുന്നു രണ്ടുപേർക്കും. അത് മാത്രമല്ല അക്ബറുമായിട്ട് അനുമോൾ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. നല്ല കാര്യം. എന്നാലും ഇനി നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നാളെ ലാലേട്ടൻ മെയിൻലി ചോദിക്കാൻ പോകുന്ന കിച്ചണിലടി എന്തായാലും ചോദിക്കും. പക്ഷെ ലാലേട്ടന് വലിയ തലവേദന ഒന്നുമില്ലാത്ത ഒരു സീസൺ ഒരു വീക്കെൻഡ് എപ്പിസോഡ്സ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കിച്ചണിൽ ഒരു വഴക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അത് ലാലേട്ടൻ ചോദിക്കും. അല്ലാതെ പട്ടാ ഗേൾസിന്റെ വിഷയം ചോദിക്കും. അനീഷിനെ എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ. കോംബോ എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം എന്തായിരിക്കും വീക്കെൻഡ് എപ്പിസോഡില്. ഈ ഒരു എവിക്ഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവിക്ഷൻ ആണ്. ഈ ഒരു എവിക്ഷനോട് ടോപ്പ് 5 ആരൊക്കെയാണെന്ന് തെളിയും. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കാൻ പോകുന്നതെന്ന്. ടിൽ ദാൻ ബൈ ആൻഡ് താങ്ക് യു.